സർ, കേരളത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലധികമായി ഇണങ്ങിയും പിണങ്ങിയും മുന്നോട്ട് പോകുന്ന രണ്ട് സംഘടനകളാണ് NSSഉം SNDPയും. ഇപ്പോഴിതാ അവർ വീണ്ടും ഒരുമിച്ചിരിക്കുന്നു. അത് പമ്പ അയ്യപ്പ സംഗമത്തിന് വേണ്ടിയിട്ടാണ് അവർ ഒരുമിച്ചിരിക്കുന്നത്. എന്താണ് സർ, ഈ അയ്യപ്പ സംഗമത്തെ തുറന്നെതിർക്കാനാണോ അതോ പിന്തുണയ്ക്കാനാണോ NSSഉം SNDPയും ഒരുമിച്ചിരിക്കുന്നത്? ഇത് ഇപ്പം പിണറായി വിജയൻ ഒരു തന്ത്രം ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ 2019 24 ഒക്കെ ഭിന്നിച്ചു പോയ ഹൈന്ദവ വോട്ടുകൾ ഇതൊക്കെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി 2019 CPM-ന് വലിയൊരു പ്രഹരം ഏറ്റു ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ. അത് പിന്നീട് പാർട്ടി തന്നെ ഒരു പഠനം നടത്തിയപ്പോൾ മനസ്സിലായി ശബരിമലയിൽ തൊട്ട് കളിച്ചതുകൊണ്ട് പറ്റിയതാണെന്നുള്ളത്. അപ്പോൾ ഹൈന്ദവ വോട്ടുകൾ പോയി എന്നുള്ളത് വ്യക്തമായി. ഇത് തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിക്കാനുള്ള ഒറ്റ വഴി എന്ന് പറഞ്ഞാൽ അയ്യപ്പ സംഗമം നടത്തുക. അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 75ാം വാർഷികം. ആയിക്കോട്ടെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായിട്ട് 75 വർഷമാകുന്നു. അതൊക്കെ നല്ലത് തന്നെയാണ്. അയ്യപ്പ ഭക്ത സംഗമം നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ കസ്റ്റോഡിയനായി നിൽക്കുന്നത് ആരാണ്? പിണറായി വിജയൻ തന്നെയാണ്. അതിന് ഒരു കാരണമാക്കിയിരിക്കുന്നു ദേവസ്വം ബോർഡിനെ എന്നുള്ളതാണ്. അപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിലൂടെ ഹൈന്ദവരെ മുഴുവൻ ഞങ്ങൾ ശബരിമലയെ സംരക്ഷിക്കുന്നവരാണ്, അയ്യപ്പ ഭക്തരെ സംരക്ഷിക്കുന്നവരാണ്, അയ്യപ്പ ഭക്തർക്ക് വേണ്ട തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാരാണ് ഞങ്ങൾ എന്ന് ബോധ്യപ്പെടുത്തുക. അതിനുവേണ്ടി തന്നെയാണ് പ്രായശ്ചിത്തം എന്ന് വേണമെങ്കിൽ അതിനെ ഒരു മറുവാക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ എന്തായാലും ഇതിനകത്ത് ഇത് ഈ NSSനെയും SNDPയെയും കൂടി ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക. നമുക്കറിയാം 2024 തെരഞ്ഞെടുപ്പിൽ SNDPയുടെ വോട്ടുകൾ നന്നായിട്ട് എങ്ങോട്ടേക്ക് പോയി? BJPയുടെ ഭാഗത്തേക്ക് പോയി എന്നുള്ളത് വ്യക്തമായിട്ടുള്ള പാർട്ടി തന്നെ സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് തിരിച്ചു പിടിക്കണമല്ലോ. അതിനുവേണ്ടിയുള്ള ഒന്നാണ്. ഇപ്പൊ നോക്കി, കാര്യങ്ങളൊക്കെ വളരെ ചടുലമായിട്ട് അവർ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ സമയത്ത്. കാരണം ഇതൊരു പണ്ടേ പിണറായി വിജയൻ ഇത്തരത്തിലുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വിദഗ്ധനാണ്. അവിടെ അത് വിജയിക്കും എന്നുള്ള മട്ടിലേക്ക് അങ്ങനെ ഈ ഹൈന്ദവ സമൂഹത്തെ അങ്ങനെ അങ്ങ് ഈ പറഞ്ഞ പോലെ കൈവെള്ളയിൽ ഒതുക്കാൻ പിണറായി വിജയന് സാധിക്കുമോ? പ്രത്യേകിച്ചും ഈ NSSഉം SNDPയും എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ വിഷയം തന്നെയാണ്. ഇത് ഈ പറയുന്നത് പോലെ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം പെരുന്നേലെ പോപ്പ് പറയുന്ന പോലെ കേരളത്തിലെ എല്ലാ നായന്മാരും അങ്ങ് കേൾക്കും. പള്ളിയിൽ ഇടയലേഖനം വായിച്ചാൽ അതനുസരിച്ച് പോയി വോട്ട് ചെയ്യും. വെള്ളാപ്പള്ളി പറയുന്ന, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി ആ സ്ഥാനത്ത് വേറെ ആരിരുന്നാലും പറയുന്ന അനുസരിച്ച് വോട്ട് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ മാറിപ്പോയി. പിന്നെ BJPയുടെ സ്പേസ് കേരളത്തിൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കണം. അപ്പോൾ ഇത് മുഴുവൻ അതുകൊണ്ടാണ് ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഉള്ള ചില കണ്ണിൽ പൊടിയിടുന്ന തന്ത്രങ്ങൾ പയറ്റിയാൽ അതുകൊണ്ട് പ്രയോജനമുണ്ടാകും. അതുകൊണ്ട് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് മുഴുവൻ അങ്ങോട്ടൊന്നും തിരിച്ചു പിടിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഇത് കപടമുഖമാണ് എന്ന് നന്നായിട്ട് ജനത്തിനറിയാം. കാരണം ഈ ശബരിമല യുവതീ പ്രവേശ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ആരാണ് നാമജപഘോഷയാത്രയ്ക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും കൊടുത്ത് അവരെ മുഴുവൻ ഇറക്കി വിട്ടത്? ആരെയാണ്? NSS ആണ്. NSSന്റെ ആഭിമുഖ്യത്തിലാണ് ചങ്ങനാശ്ശേരിയിലും പന്തളത്തും പെരുന്നയിലും ഒക്കെ നമ്മൾ കണ്ടത്. എത്രയോ പേര് അറസ്റ്റ് ചെയ്തു, അല്ലേ? കേസ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പലർക്കും, കുമ്മനം രാജശേഖരൻ പറയുന്ന പലർക്കും, നായർ വിഭാഗത്തിൽപ്പെട്ട പയ്യന്മാർക്ക് പലർക്കും പാസ്പോർട്ട് പോലും കിട്ടുന്നില്ല കേസ് നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ ആ കേസൊന്നും തന്നെ ഇതുവരെയും പിൻവലിച്ചിട്ടില്ല. എന്നിട്ടാണോ അപ്പോൾ NSS പെരുന്നേലെ പോപ്പ് ഈ നായന്മാരെ എല്ലാം ചതിച്ചോന്നൊരു സംശയമുണ്ട്. ഇതിന് സർവ്വവിധ പിന്തുണയും കൊടുത്തുകൊണ്ട്. നവോത്ഥാന മതിൽ ആരായിരുന്നു അന്ന് രൂപപ്പെടുത്തുന്നത്? SNDPയും വെള്ളാപ്പള്ളി നടേശനും വലിയ പിന്തുണ കൊടുത്തതാണ്.
അപ്പം ഇവിടെ ഇപ്പൊ NSSനെയും കൂടെ ആസൂത്രണം ചെയ്തിരിക്കുക. പിന്നെ ഭക്തന്മാരിൽ നല്ലൊരു പങ്കും CPMകാരാണ് എന്ന് ഇവർ ധരിച്ച് വെച്ചിട്ടുണ്ട്. പണ്ട് EK നായനാർ പറഞ്ഞ ഒരു തമാശയുണ്ട്. അതായത് ശബരിമല തീർത്ഥാടന കാലത്ത് പോകുന്ന ആ വഴിയിൽ എവിടെയെങ്കിലും CPMന്റെ ഒരു കാണിക്കപ്പെട്ടിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവൻ നിറയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പോകുന്നതിൽ കൂടുതൽ പേരും CPMകാരാണ് എന്ന് നായനാർ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായിരിക്കാം ഒരു കാലത്ത്, പക്ഷെ അത് മാറി എന്നുള്ളതാണ്. ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മാറി. ആ മാറിയ കാലാവസ്ഥ അനുസരിച്ച് നോക്കുമ്പോൾ ഈ വോട്ടുകളെല്ലാം തിരിച്ചു കൊണ്ടുവരാമെന്നൊന്നും പിണറായി കരുതണ്ട. ഇപ്പൊ ഇത് വ്യാമോഹമാണ്. വ്യാമോഹമാണ്. ഇപ്പൊ NSS വന്നിരിക്കുന്നു. ഇനിയിപ്പോ നോക്കിക്കോ, ഇതിന്റെ പിന്നാലെ ചെറിയ KPMS ഇതിലെ ഒരു വലിയ കക്ഷിയാണ് ഇതിനകത്ത്. അന്ന് ശബരിമല യുവതീ പ്രവേശ വിഷയ സമയത്ത് നമ്മൾ ശ്രീകുമാറിന്റെ നേതൃത്വത്തില് നവോത്ഥാന മതിലിന് വലിയ തയ്യാറെടുപ്പിനും രൂപം ചെറിയ ചെറിയ ഈ പട്ടികജാതി സംഘടനകള്, അതുപോലെ പിന്നാക്ക വിഭാഗം OBCയിൽ പെടുന്ന ഈ പറഞ്ഞ പോലെ വിശ്വകർമ്മജര്, അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളുണ്ട്. അവരുടെയൊക്കെ സംഘടനകള് ഇതിനെല്ലാം കയ്യിലെടുത്തുകൊണ്ടാണ് പിണറായി വിജയൻ മുന്നോട്ട് പോയത്. ഈ തുടർ ഭരണത്തിന് വേണ്ടി പിണറായി വിജയൻ കാണിക്കുന്ന വെള്ളാപ്പള്ളിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നാടകത്തിന് രൂപം കൊടുത്തിട്ട് കുറേ നാളായില്ലേ. മലപ്പുറത്തിനെതിരെയുള്ള മുസ്ലിം വിഭാഗത്തിന് എതിരെയുള്ള ഇപ്പൊ ഈ ശബരിമലയുടെ കാര്യത്തിൽ അയ്യപ്പ സംഗമം എന്തിനു വേണ്ടി നടത്തുന്നു? നല്ലത് തന്നെയാണ്, അയ്യപ്പ സംഗമം നല്ലതാണ്, ആയിക്കൊള്ളട്ടെ. പക്ഷേ ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. കാരണം ഇവർ ശബരിമല യുവതീ പ്രവേശ വിഷയത്തിലൂടെ ശബരിമല എന്ന് പറയുന്ന മലയാളക്കരയുടെ ഔന്നത്യമായിട്ടുള്ള ഈ ക്ഷേത്രത്തെ നശിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി. പിണറായി വിജയൻ ഇപ്പോഴും പയറ്റുന്നത് അതാണ്. മുസ്ലിം ലീഗ് എന്ന ഭയം ജനിപ്പിച്ച് NSSനെ SNDPയെയും കൂടെ നിർത്താനാണ് ശ്രമിക്കുന്നത്. കാരണം അദ്ദേഹം ആ പാലക്കാട് തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞപ്പോൾ വളരെ ശക്തമായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിക്കും SDPഐക്കും എതിരെ രംഗത്ത് വന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ രണ്ടുപേരും മുസ്ലിം ലീഗിനോടൊപ്പം ചേർന്നിരിക്കുന്നു എന്നാണ്. അങ്ങനെ മുസ്ലിം ലീഗിന്റെ മതേതര മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അപ്പോൾ ഇത് വാസ്തവം പറഞ്ഞാൽ ഈ ഒരു ഭയം കാണിച്ചുകൊണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട്, SDPI, വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി ഇവരെല്ലാം മുസ്ലിം ലീഗിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു, ലീഗിനെ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഹിന്ദു വോട്ടുകൾ ഇതിനെ നേരിടാൻ CPMനെ സാധിക്കുകയുള്ളൂ എന്ന് വരുത്തി തീർക്കാൻ കാണിക്കുന്ന ഒരു ഗിമ്മിക്കല്ലേ ഇത്? ഈ LDF കൺവീനർ രാമകൃഷ്ണന് മുസ്ലിം ലീഗിനോട് പറഞ്ഞല്ലോ, ഇവരുമായിട്ടുള്ള ബന്ധമൊക്കെ നിങ്ങൾ വിച്ഛേദിച്ചിട്ട് വരൂ, നമുക്ക് കൂടെ കൂട്ടാം എന്ന് പറയുകയുണ്ടായല്ലോ. SDPഐയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നത്. CPM അത് സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഇവരെ ഭയക്കുന്നുമുണ്ട്. അപ്പൊ ഭയക്കുന്നതുകൊണ്ടാണ് ഇവരെ മുഴുവൻ കൂട്ടി കൊണ്ടുവരിക എന്നുള്ളത്. അതായത് സാർ, 2024 തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞുപോയ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വ്യക്തമായത് മുസ്ലിം വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ CPMനും LDFനും നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹിന്ദു വോട്ടുകൾ പകരം കിട്ടണം. അത് BJPയിലേക്ക് പോയിരിക്കുന്ന വോട്ടുകൾ തിരിച്ചു പിടിക്കണം. അതിന് വേണ്ടുന്ന ഒരു നാടകമാണ് ഈ അയ്യപ്പ. പക്ഷെ അത് തിരിച്ചു പിടിക്കാന്ന് വിചാരിച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കത്തില്ല. പിണറായിയുടെ മുഖം ജനം 10 വർഷമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ കാപട്യം അയ്യപ്പന്റെ പേരിൽ കളിക്കണ്ട എന്നുള്ളത് തന്നെയാണ് അവർ കണക്ക് കൂട്ടുന്നത്. അവർ 2026 ആകുമ്പോൾ നോക്കിയിരിക്കുകയാണ് ഇതിനെല്ലാം കൂടി ചേർത്ത് പകരം കൊടുക്കാനായിട്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് ചിത്രം വ്യക്തമാകും. അപ്പോഴത്തേന് പിന്നെ വേറെ എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ അയ്യപ്പനെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും പരിഹരിച്ചെടുക്കാം എന്നാണ് പിണറായി കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.